ഹലോ എവരി വൺ. ഇന്ന് നോർമൽ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. നമുക്കിതിനി എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്ക്കാനായിട്ട് അവിടെ ഒരു ജോയിൻ്റ് ഇരിക്കുന്നുണ്ടോ, ഈ ജോയിൻറ്റിനെ ആദ്യം സെപ്പറേറ്റ് ആക്കണം. എൻ്റെ അകവശം മാർക്ക് ചെയ്തതാണ്. ഇൻഡോട്ട് അങ്ങ് അകവശം അറിയാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ്. അതിൽ നമ്മൾ താഴെ 2 ഇഞ്ച് കണ്ടോ, 2 ഇഞ്ച് നമ്മൾ വിട്ടില്ലായിരുന്നു. ആ 2 ഇഞ്ച് കണക്കാക്കി ആദ്യം താഴത്തെ, അതായത് ബോട്ടം ലൂസ് ഇല്ലേ, ആ ബോട്ടം ലൂസ് നമ്മൾ ഇതുപോലെ മടക്കി അടിക്കണം. നമുക്ക് ഈ ബോട്ടം ലൂസ് എൻ്റെ കട്ടി വേറെ ക്യാൻവാസ് വെച്ച് വേണമെങ്കിലും തയ്ക്കാം. എക്സ്ട്രാ പീസ് കുറച്ചുകൂടെ, ഇപ്പോൾ ഈ 2 ഇഞ്ച് എന്നുള്ളത് 4 ഇഞ്ചാക്കി എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി കട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടെ കണ്ടോ, ഇപ്പോൾ 2 തയ്യലിട്ടു. ഇവിടെ 2, 3, 4 തയ്യൽ ഇടാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ മടക്കി കണ്ടോ, ഇതേപോലെ കറക്റ്റ് നേരെ വയ്ക്കണം. നേരെ വച്ചിട്ട് നമ്മൾ 7+1 8 ഇഞ്ചല്ലേ നമ്മൾ ലൂസിന് എടുത്തത്, ആ 1 ഇഞ്ചിൽ ലൂസ് എടുത്തത്, ആ 1 ഇഞ്ച് കണക്കാക്കി നമ്മൾ തയ്ക്കണം. അവിടെ താഴെ കെട്ടിട്ടിട്ട് അവിടെ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു തയ്യലൂടെ കൊടുക്കണം. എപ്പോഴും 2 തയ്യൽ കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു തയ്യലൂടെ കൊടുത്തു. ഓക്കെ, ഇതുപോലെ ഇപ്പുറത്തെ സൈഡ്. ചിലവർ ക്യാൻവാസ് വെച്ചടിക്കുന്നുണ്ട്, കട്ടിക്ക് വീതി കൂട്ടിയെടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ 2, 3 തയ്യലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിന്, 1 ഇഞ്ചിൽ നമ്മൾ ലൂസ് എടുത്തത് 7+1, ആ 1 ഇഞ്ച് ഗ്യാപ്പിന് നമ്മൾ കെട്ടിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കണം. ഇതുപോലെ തയ്ച്ചെടുക്കണം. നമുക്ക് ഇവിടെ ഗസറ്റ് പീസ് വയ്ക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. ഗസറ്റ് പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വശം കണ്ടോ, ഈ ഇവിടുത്തെ നല്ല വശവും ഇവിടുത്തെ നല്ല വശവും, ഈ നല്ല വശവും കൂടെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ അടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. ഗസറ്റ് പീസ് വെച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗസറ്റ് പീസ് വെച്ച് കൂടെ കാണിക്കുന്നുണ്ട്. ഗസറ്റ് പീസ് ഞാൻ എക്സ്ട്രാ ഒരു വെള്ള തുണിയാണ് കാണിക്കുന്നത്. നമ്മളിതുപോലെ 4ആയിട്ട് മടക്കണം. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും വേണ്ട അതിന്. നമുക്കൊരു ഉദ്ദേശം കാണുമല്ലോ. വേണമെങ്കിൽ ഒരു 2-2.5 ഇഞ്ച് വീതിക്കൊക്കെ എടുക്കാം. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കോണായിട്ട് വെട്ടണം. കണ്ടോ, ഇങ്ങനെ വെട്ടണം. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിന് കിട്ടും. കണ്ടോ, ഈ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അതിൽ വയ്ക്കേണ്ടത് ഈ സെൻറ്റർ ഉണ്ടല്ലോ കണ്ടോ, ഇതിൻ്റെ സെൻറ്ററാണ് ഈ 2 സൈഡ് കണ്ടോ, ഈ സെൻറ്റർ നമ്മൾ ഈ പാൻറ്റിൻ്റെ ഈ കാലുണ്ടല്ലോ, കാലിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, കാലിൻ്റെ നമുക്ക് ക്രോച്ച് ഏരിയ വരുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ആ സെൻറ്റർ നമ്മൾ ഇവിടെ കറക്റ്റാണ് വയ്ക്കണം. കണ്ടോ, ഇവിടെ കറക്റ്റാണ് വച്ചിട്ട് ഇങ്ങനെ കറക്റ്റാണ് ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് തയ്ക്കണം. കണ്ടോ, ഇങ്ങനെ കറക്റ്റാണ് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് തയ്ക്കണം. അതായത് ഈ പാൻറ്റിൽ നമ്മൾ ഈ ഗസറ്റ് പീസ് വച്ചാണ് നമ്മൾ 2 പാൻറ്റിൻ്റെ ഇതും ക്രോച്ച് ഏരിയ നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റാണ് വെച്ചിട്ട് അവിടെ നിന്ന് ബാക്കി ഇങ്ങോട്ടും കൂടെ ജോയിൻ്റ് ചെയ്യുക. ഇതുപോലെ ജോയിൻ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നല്ല തുണിയിൽ 2 തയ്യലിടണം കേട്ടോ. നല്ല തുണിയിൽ തയ്ക്കുമ്പോഴത്തേക്ക് 2 തയ്യലിടണം. ഇനി അടുത്ത് ആ സെൻറ്റർ ഈ ക്രോച്ച് ഏരിയയുടെ സെൻറ്ററുമായിട്ട് കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഈ സെൻറ്ററുമായിട്ട് നമ്മൾ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ കറക്റ്റാണ് ഇതുപോലെ വച്ചിട്ട്
കണ്ടോ, ഇങ്ങനെ വെക്കണം. ഇവിടെ വരുമ്പം കണ്ടോ അവിടെ ജോയിൻറ്റ് വരുന്നതുണ്ടോ, ജോയിൻ എന്ന് വെച്ചാൽ ചേർന്ന് വരുന്നത് കേട്ടോ. ചേർന്ന് വരുമ്പോഴത്തേക്ക് എന്താണ്, ആ പീസും ഈ പീസും കൂടെ കണ്ടോ, ഈ 2 പീസും കൂടെ നമ്മൾ ചേർത്ത് അടിക്കണം. ഓക്കെ, ഇതുപോലെ 2 പീസും കൂടെ ചേർത്ത് വയ്ക്കണം. അപ്പോൾ ഗസൽ പീസിൻ്റെ അവിടെ ചേർന്ന് വന്നത് കണ്ടോ. ആ സെൻറ്റർ അവിടെ കറക്റ്റാണ് വരണം. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നേരെ അങ്ങറ്റം വരെ ലാസ്റ്റ് വരെ അടിച്ചെടുക്കും. അപ്പോൾ 2 കാലുകൾ തമ്മിൽ ജോയിൻ്റായി. കണ്ടോ, ഇങ്ങറ്റം വരെ ഇങ്ങറ്റം വരെ തയ്ക്കണം. അതുപോലെ ഒരു തയ്യലൂടെ കൊടുക്കണം. കാരണം പാൻറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യൽ വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തയ്യലിട്ട് നമ്മൾ 2 തയ്യൽ വീതം ഇടണം. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഗസറ്റ് പീസ് ജോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ 2 ഇഞ്ച് മേളിൽ എക്സ്ട്രാ നാടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തില്ലായിരുന്നോ, അവിടെ ഇനി ആദ്യം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കിയടിക്കണം. കരയുള്ള ഭാഗമൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മടക്കിയടിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ 2 ഇഞ്ച് മടക്കാം. ഇതിപ്പോൾ അവിടെ കരയല്ലല്ലോ, നമ്മൾ അതുകൊണ്ട് കുറച്ച് ഇതുപോലെ ഒന്ന് അങ്ങ് അടിക്കണം. ആദ്യം ഇതുപോലെ ചെറുതായിട്ട് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഒന്നുകൂടെ മടക്കുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടെ 2 ഇഞ്ച് വിട്ട ആ ഗ്യാപ്പിന് കണ്ടോ ഇതുപോലെ മടക്കണം. ഇതുപോലെ മടക്കി അവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ച് വേണം നമ്മൾ അവിടെ ഒരു കെട്ടിടണം. കെട്ടിട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. അതുവഴി നമുക്ക് നാട കയറ്റാനുള്ളതാണ്. നാട വേണമെങ്കിൽ നാട ഇടാം, എലാസ്റ്റിക് വേണമെങ്കിൽ എലാസ്റ്റിക് ഇടാം. ഇതുപോലെ കറക്റ്റ് മൊത്തത്തിൽ കണ്ടോ അവിടെ അതുവഴിയാണ് നമുക്ക് നാടയോ എലാസ്റ്റിക്കോ ഇടേണ്ട സ്പേസാണത്. അപ്പോൾ അവിടെ വെച്ച് നിർത്തി നമ്മളൊരു കെട്ടിട്ട് എടുക്കണം. ഓക്കെ, പാൻറ്റിൻ്റെ ജോലി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഈ നോർമൽ പാൻറ്റ്. കണ്ടോ അതുവഴി നാടയോ എലാസ്റ്റിക്കോ ഇടാം. ഓക്കെ, പാൻറ്റ് കഴിഞ്ഞു. ഇത് ചെയ്ത് നോക്കുക കേട്ടോ.